ഏത് ഡിജിറ്റൽ ഡിവൈസസ് ആണ് സീസ് ചെയ്തത്? അത് ആരുടെയാണ്? അത് ഏതൊക്കെ കാറ്റഗറിയിൽ പെടുന്നതാണ്? വ്യക്തമാണോ? അത് ഇഡി വന്നിട്ട് അവര് വന്നിട്ട് സെർച്ച് ചെയ്തിട്ട് അരുൺകുമാർ മാതൃഭൂമിയുടെ ചർച്ചയ്ക്ക് പോകുമ്പോഴത്തേക്ക് അരുൺകുമാറിനെ വിളിച്ചു, അരുൺകുമാർ അതാ ഇതൊക്കെയാണ് കണ്ടുപിടിച്ചിട്ടുള്ള ഡിവൈസസ് എന്ന്. ഒരു അന്വേഷണ ഏജൻസി അല്ലേ എന്റെ അരുണേ? അത് മനസ്സിലാക്കാനുള്ള വിവരം വേണ്ട ഇയാൾക്ക്. എനിക്ക് വിവരമുണ്ട് എന്ന് മറ്റുള്ളവർ കൂടെ തോന്നണ്ടേ? അരുൺകുമാറിന് ഇത് മനസ്സിലാവാത്തതുകൊണ്ടാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നിങ്ങളുടെ പക്ഷേ ഗതികേടായിരിക്കും എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അവരോടൊപ്പം കൂടാതെ വേറെ നിവൃത്തിയില്ല. പ്രതിരോധ രഹസ്യമൊന്നും അല്ലല്ലോ. അച്ഛന്റെ പാർട്ടി തകരാൻ പോകുന്നു, ഭർത്താവിന്റെ പാർട്ടി തകരാൻ പോകുന്നു, ഉത്തരവില്ലാതെ സഖാക്കന്മാർ വെള്ളം കുടിക്കുന്നു. ആ സമയത്ത് ആ കരാർ അങ്ങ് പുറത്തുവിട്ടേക്കണമെന്നേ. അപ്പൊ ഞാൻ പട്ടിണിയായി പോവില്ലേ? നടത്തുന്ന ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായി അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഏതെങ്കിലും പ്രസ് റിലീസിന്റെ ഭാഗമായിട്ട് നിങ്ങൾ കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്നു, കഥകൾ മെനയുന്നു. ഓഹോ, കഥ അവൻ അങ്ങനെ ആക്കിയല്ലേ? നിയമപ്രകാരം ഒരു പ്രൊസീഡ്സ് ഓഫ് ക്രൈം ഉണ്ടെങ്കിൽ മാത്രമാണ് ഇഡിക്ക് കേസ് രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുക. ഇതുപോലെ ഒരു കേസിൽ 3 വർഷവും ഏകദേശം 3 മാസവും എടുത്തിട്ടും ഒരു തരത്തിലും രാജ്യത്തെ ഏതെങ്കിലും ഒരു കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കാനോ ഒരടി മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ടോ? മറിച്ച് ഓരോ 2 CMRL എത്ര തവണ കോടതിയിൽ, ഏതൊക്കെ കോടതികളിൽ പോയി ഈ അന്വേഷണങ്ങൾക്കെതിരെ? താങ്കൾ തന്നെ പറയൂ. അങ്ങനെ എത്ര തവണ തടസ്സപ്പെട്ടു അതിന്റെ അന്വേഷണം? എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല ഈശ്വര. CMRL കോടതിയിൽ പോയിട്ടുണ്ടെങ്കിൽ അത് CMRLനോട് ചോദിക്കുക. ഞാൻ CMRLന്റെ അഭിഭാഷകനല്ല. പ്രതീക്ഷയ്ക്ക് ആര് വിശ്വസിക്കാൻ? ഒരു കാര്യം ചെയ്യേണ്ടത്, ഒരു അന്വേഷണ ഏജൻസി ഏതെങ്കിലും തെളിവുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ ബന്ധപ്പെട്ട കോടതിയിൽ ഹാജരാക്കട്ടെ എന്ന്, ശക്തമായ നടപടി സ്വീകരിക്കട്ടെ എന്ന്, വിചാരണ ആരംഭിക്കട്ടെ എന്ന്, തെളിവുണ്ടെങ്കിൽ ശിക്ഷിച്ചോട്ടെ എന്ന്. ഞങ്ങൾ ഇതിനൊന്നും എതിരല്ല. ഈ സംഘം സഞ്ചരിച്ചിരുന്ന 3 കാറുകൾക്ക് നേരെയും പ്രവർത്തകർ പാഞ്ഞെടുത്തു. ഇഷ്ടികകളും മറ്റു കല്ലുകളുമെല്ലാം ഉപയോഗിച്ച് കാറുകൾ തല്ലി തകർക്കുന്ന കാഴ്ചയാണ് പിന്നീട് തലസ്ഥാനം കണ്ടത്. അരുൺകുമാർ തന്നെ മറ്റൊരു ചാനലിൽ പറഞ്ഞിട്ടുണ്ട്, വീണ തൈക്കണ്ടിയിൽ കൊടുത്ത സേവനത്തിന് കിട്ടിയ തുകയാണ് ഈ അന്ന് 1,78 ലക്ഷമായിരുന്നു, പിന്നീട് 1 കോടി കൂടി ഉണ്ടെന്ന് അറിയുന്നത്. അങ്ങനെ 2,78 ലക്ഷം രൂപ. അത് മാസപ്പടിയല്ല, സേവനത്തിനുള്ള കൂലിയാണ് എന്ന് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിക്കുന്നത് വീണ്ടും അരുൺകുമാറാണ്. അന്ന് അരുൺകുമാർ പറഞ്ഞ പവർ ബിൽഡർ, MS ഓഫീസ്, എക്സൽ, ടാലി, ഈ 4 സേവനങ്ങൾക്കാണോ 2,78 ലക്ഷം രൂപ കിട്ടിയത്? അല്ലെങ്കിൽ അരുൺകുമാർ പറയണം എന്ത് സേവനം നൽകിയിട്ടാണ് ഇത്ര വലിയ തുക ശമ്പളമായിട്ട് കിട്ടിയത്? അതോ അത് ഒരിക്കൽ ഞാൻ പറയാം, വേണ്ട. നിങ്ങൾ പറയുന്ന ശമ്പളമാണ് എന്നാണല്ലോ. സർവീസിന് കിട്ടിയ പണം ഞങ്ങൾ പറയുന്നത് മാസപ്പടിയാണെന്ന്. അപ്പൊ ഞങ്ങളുടെ മാസപ്പടി എന്നുള്ള ആരോപണം തള്ളാൻ വേണ്ടി നിങ്ങൾ പറഞ്ഞത് ശമ്പളം എന്നുള്ള ആക്ഷേപമാണ്. അപ്പൊ ശമ്പളം വാങ്ങാൻ, ഇത്രയും വലിയ ശമ്പളം വാങ്ങിയ ആ കമ്പനി, അത്രയും ഹൈലി പെർഫോമിംഗ് ആയിട്ടുള്ള ഒരു IT കമ്പനി എന്തുകൊണ്ടാണ് ഒരു സുപ്രഭാതത്തിൽ പൂട്ടിപ്പോകേണ്ടി വന്നത്? അതങ്ങനെ കഴിവുള്ള പലരുടെയും കഴിവുകൾ മറ്റുള്ളവർ കാണുന്നില്ലല്ലോ. അത് ശരിയാ. അതിനൊരു ഉത്തരം കിട്ടണമല്ലോ. വീണ തൈക്കണ്ടിലിന്റെ ഭർത്താവ് മുഹമ്മദ് റിയാസ് MLA കഴിഞ്ഞ ദിവസം പറഞ്ഞത് അവരെ ഏതോ കമ്പനിയിലെ ഹൈ പ്രൊഫൈൽ ജോബ് ചെയ്തിരുന്ന ആളാണ്, അവരുടെ ഒപ്പം ഇരുന്ന ആളുകളൊക്കെ മഹാന്മാരാണ്, അതുകൊണ്ട് അവർക്ക് ആ റേഞ്ചിലുള്ള വരുമാനം ആർജിക്കാൻ പറ്റുമെന്നാണ്. മാസം 1000-ലേറെ ശമ്പളം വാങ്ങുന്നവനാണ് ഞാൻ. അത്രയും വരുമാനം ആർജിക്കാൻ പറ്റുന്ന, അത്രയും വിസ്മയകരമായിട്ടുള്ള IT സേവനം നൽകിക്കൊണ്ടിരിക്കുന്ന, കോടിക്കണക്കിന് രൂപ പ്രതിഫലം വാങ്ങുന്ന IT കമ്പനി എന്തുകൊണ്ടാണ് ഒരു സുപ്രഭാതത്തിൽ പൂട്ടിപ്പോയത്? അത് ഇന്ത്യയിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും ഒരുപോലെ. വീണ തൈക്കണ്ടിയിൽ അച്ഛൻ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ്, ഭർത്താവ് മുഹമ്മദ് റിയാസ് MLA, ഈ 3 പേരുടെയും ശിഷ്ടകാലം ജയിലിലേക്ക് എത്തിക്കുന്ന രീതിയിൽ ED വേട്ടയാടുന്നു എന്ന് പറഞ്ഞിട്ട് പോലും പുറത്തുവിടാൻ പറ്റാത്ത ആ രഹസ്യ കരാറ് പ്രതിരോധ രഹസ്യമൊന്നും അല്ലല്ലോ. അച്ഛന്റെ പാർട്ടി തകരാൻ പോകുന്നു, ഭർത്താവിന്റെ പാർട്ടി തകരാൻ പോകുന്നു, ഉത്തരവില്ലാതെ സഖാക്കന്മാർ വെള്ളം കുടിക്കുന്നു. ആ സമയത്ത് ആ കരാർ അങ്ങ് പുറത്തുവിട്ടേക്കണമെന്നേ വീണ പറയുന്നതും പിണറായി വിജയൻ പറയുന്നതും മുഹമ്മദ് റിയാസ് പറയുന്നതും അരുൺകുമാർ പറയുന്നതും ഒക്കെ ഞങ്ങൾക്ക് വിശ്വാസയോഗ്യമാണെങ്കിൽ നിങ്ങൾ പറയുന്ന രാഷ്ട്രീയത്തോടൊപ്പം നിൽക്കാം. During the search operation, several digital devices were seized and statements are recorded. എന്താ മനസ്സിലാക്കുക അതിൽ നിന്ന്? ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? സെർച്ച് ഓപ്പറേഷന്റെ സെർച്ചിന്റെ ഇടയിൽ several digital devices were seized and statements are recorded. ആരുടെ സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്തു? ഏത് ഡിജിറ്റൽ ഡിവൈസസ് ആണ് സീസ് ചെയ്തത്? അത് ആരുടെയാണ്? അത് ഏതൊക്കെ കാറ്റഗറിയിൽ പെടുന്നതാണ്? വ്യക്തമാണോ? അത് എവിഡൻസ് റിലേറ്റഡ് ടു ട്രാൻസ്ഫർ ഓഫ് മണി യൂസിംഗ് ഹവാല ചാനൽ ആർ ഓൾസോ ഫൗണ്ട്. ഹവാല ചാനലിലൂടെ മണി ട്രാൻസ്ഫർ ചെയ്ത എവിഡൻസ് കിട്ടി. ആര് ട്രാൻസ്ഫർ ചെയ്തത്? ആർക്ക് ട്രാൻസ്ഫർ ചെയ്തത്? എത്ര രൂപ ട്രാൻസ്ഫർ ചെയ്തത്? എന്ന് ട്രാൻസ്ഫർ ചെയ്തത്? വേണ്ടേ? ED എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ ഏറ്റവും വലിയ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ വായിക്കുന്നതിന് കുഴപ്പം? ദി സീസർ മെയ്ഡ് ബൈ ED ഷോസ് ശ്രീമതി വീണ വാസ് ഹാൻഡിലിംഗ് amount beyond her known sources of income.
അവരുടെ വരുമാനത്തെക്കാൾ കൂടുതൽ കണ്ടു സീസർ. എന്ത് സീസറിൽ അവിടെയെങ്കിലും ഒരു പേരുണ്ട്. വരുമാനം അരുൺകുമാർ പറഞ്ഞത് ഡ്യൂറിംഗ് ദ സെർച്ച് ഓപ്പറേഷൻ സെവറൽ ഡിജിറ്റൽ ഡിവൈസസ് വർ സീസ്ഡ് ആൻഡ് ദ സ്റ്റേറ്റ്മെന്റ് ആർ റെക്കോർഡഡ്. എവിടെയാണ് ആ ഡിജിറ്റൽ ഡിവൈസസ് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. എന്താണ് ഇ.ഡി വന്നിട്ട് സെർച്ച് ചെയ്തിട്ട് അരുൺകുമാർ മാതൃഭൂമിയോട് ചർച്ചയ്ക്ക് പോകുമ്പോഴത്തേക്ക് അരുൺകുമാറിനെ വിളിച്ചു, അരുൺകുമാർ അതാ ഇതൊക്കെയാണോ കണ്ടുപിടിച്ചിട്ടുള്ള ഡിവൈസസ് എന്ന്. നീ എന്താണ് പറയുന്നതെന്ന് നീ അറിയുന്നില്ല. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ച? ഒരു അന്വേഷണ ഏജൻസി അല്ലേ എൻ്റെ അരുണേ? ഒരു അന്വേഷണ ഏജൻസി എങ്ങനെയാണ് റിപ്പോർട്ട് കൊടുക്കുമ്പോഴത്തേക്ക് മാധ്യമങ്ങൾക്ക് എത്രമാത്രം കൊടുക്കും? ആ കൊടുക്കുന്നതിനകത്ത് തെളിവുകളെല്ലാം കൂടി നിങ്ങളുടെ കയ്യിലോട്ട് തരുമോ? പബ്ലിക്കിന് നിങ്ങളുടെ ഫോട്ടോ ഏതെങ്കിലും ഒരു പബ്ലിക്കിന് മുമ്പിലോട്ട് വെക്കും. ഇതൊക്കെ എന്തൊരു വാദമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. PV ന്യായീകരിക്കാൻ വേണ്ടിയിട്ടും PV മകളെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടും അഡ്വക്കേറ്റിലുള്ള അരുൺകുമാറിന് ഇത് മനസ്സിലാവാത്തതുകൊണ്ടാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. വക്കീല കോട്ടക്കെട്ട് കണ്ടില്ലേ? ഒറ്റ ചോദ്യമുള്ളൂ, എന്താണ് വീണ കൊടുത്തിട്ടുള്ള സർവീസ് എന്നുള്ള ഒറ്റ CMRL വീണ കൊടുത്ത സർവീസ് എന്താണെന്ന് ചോദിച്ചാൽ ചർച്ച തീരുമല്ലോ. ഇവർ ഈ നിലത്ത് കിടന്നിട്ട് ഉരുളിലും ഇവർ കിടന്ന് മാസ് ഡയലോഗ് അടിക്കലും ഇവർ പഴഞ്ചൊല്ലി പറയേണ്ടതിലൊന്നും ആവശ്യമിരിക്കുന്നില്ലല്ലോ. ഒരൊറ്റ ചോദ്യത്തിന് ഉത്തരം ഈ പറയുന്ന അരുൺകുമാർ അടക്കമുള്ളവർക്ക് പറയാൻ വേണ്ടി പറ്റുന്നുണ്ടോ? ഇവൻ ആമ്പറ അടിച്ചിട്ട് പോലെ ഒന്നും പറയുന്നില്ലല്ലോ. അത് പറയാൻ പറ്റാത്തതാണ് പ്രശ്നം. ഇതിന് അരുൺകുമാറിനെ വിട്ടു. അരുൺകുമാർ പാർട്ടിയുടെ വക്താവാണ്. വീണ പറയുന്നുണ്ടോ? ഇപ്പൊ ശശിധരൻ കർത്ത പറയുന്നു ഒരു സർവീസും കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു. പിണറായി വിജയനുമായിട്ടുള്ള ബന്ധം കൊണ്ടിട്ട് പൈസ കൊടുത്തു എന്ന് പറയുന്നു. വീണ പറയുന്നു തെളിവില്ല എന്ന് പറയും, തെളിവ് കയ്യിലില്ല എന്ന് പറയുന്നു. ആ വീണയുടെ കമ്പനിയായിട്ടുള്ള എക്സാ ലോജിക്ക് കൊടുത്തിട്ടുള്ള ആ സർവീസിന്റെ അതിന്റെ തെളിവ് എന്താണെന്ന് വീണയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ തീരാവുന്ന പ്രശ്നം എവിടെയുള്ളൂ. പക്ഷെ എന്താ കൊടുക്കാൻ വേണ്ടി പറ്റാത്തത്? അങ്ങനെ ഒരു തെളിവില്ല. ആര്യ അശനെ ഇനി ആ വാക്ക് ഉപയോഗിച്ചു പോരുത്. കള്ളനോ തെണ്ടിയാണെങ്കിലും ഞാൻ അഭിമാനമുള്ളവനാ. അങ്ങനെ ഒരു തെളിവില്ലാത്തത് കൊണ്ട് ഇവതാ ഞങ്ങളെ രാഷ്ട്രീയപരമായിട്ട് ആക്രമിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പഴഞ്ചൊല്ലി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നോക്കൂ, ഈ ഇന്ത്യ മഹാരാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലവിലെ അവസ്ഥ എന്താ? അത് 9 MP ലോക്സഭയിൽ 4 പേരുണ്ട്, പിന്നെ മൊത്തം രാജ്യസഭയിൽ 5 പേര്, അങ്ങനെ മൊത്തം 9 MP ഞങ്ങൾക്ക് എത്ര 357 MP ഈ രാജ്യത്ത് മൊത്തം ഉണ്ട്. 1800-ലധികം വരുന്ന MLA ഈ രാജ്യത്തിന്റെ സിംഹഭാഗവും ഭരിക്കുന്ന BJPക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലെ സ്വയം നശിച്ചുകൊണ്ടിരിക്കുന്ന ഒന്ന് ആലോചിച്ച് നോക്ക്. കേരളത്തിൽ ഇത്തവണ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തോറ്റ് പിന്നോക്കം പോയത് എന്താ കാരണം? അവർ സ്വയം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ PVയും ഇവരുടെ പരിവാരങ്ങളെ കൊണ്ട് സ്വയം ജനങ്ങൾ അവരെ പുറന്തള്ളിക്കൊണ്ടെന്ന് ഇരിക്കുമ്പോൾ ഞങ്ങൾ എന്തിനാണ് ഇവർക്കെതിരെ ഇത്തരത്തിലുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള ആക്ഷൻ എടുക്കേണ്ട ആവശ്യം, നടപടി എടുക്കേണ്ട ആവശ്യം എന്താ? ചോദിച്ചു മേടിച്ചതാ സാറേ, സതീശനെ അറിയാലോ. ഇത് ഇവർക്കുള്ള ഇത്തരത്തിലുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടിയുള്ള ഒരു വഴി തപ്പുന്നല്ലേ ഇവര്? അത് ആ അടിസ്ഥാനപരമായിട്ടുള്ള ചോദ്യം തന്നെ നിങ്ങൾ എടുത്ത് നോക്കൂ. ഇപ്പൊ ഏതാ നമ്മുടെ ലേക്കർ ഇന്ത്യ എന്ന് പറഞ്ഞൊരു കമ്പനിയെ കുറിച്ചിട്ട് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ചർച്ച ചെയ്യുന്നു. ഇതെന്താ കഴിഞ്ഞ 2 വർഷം മുമ്പ് ചർച്ച ചെയ്യാൻ വേണ്ടി പറ്റാത്ത എന്താ വീണ തൈക്കണ്ടെങ്കിൽ പറയാൻ വേണ്ടി പറ്റാതിരുന്ന എന്റെ ഉടമസ്ഥതയിൽ അങ്ങനെ ഒരു കമ്പനിയും കൂടെ ഉണ്ടെന്ന്. അത് ശരിയാ കമ്പനി എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് എന്താ? ഒരു പന്തീരങ്കാവിലുള്ള ഒരു ബിൽഡിംഗ്, ആ ബിൽഡിങ്ങിന്റെ മുകളിലത്തെ നിലയിൽ ഫസ്റ്റ് ഫ്ലോറിലുള്ള നിലയിൽ 2 ഷട്ടറുകൾ. ആ ഷട്ടറിൽ എങ്ങനെയാണ്? ബോർഡാണോ? ആര്യ കണ്ടതല്ലേ? ഫോട്ടോ സ്റ്റാറ്റ് എടുത്തിട്ട് പ്രിന്റ് എടുത്തിട്ട് സാധാരണ A4 സൈസ് പേപ്പറിൽ പ്രിന്റ് എടുത്തിട്ട് ഒട്ടിച്ചേക്കാണ്. നിങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ, കേരളത്തിലെ മാധ്യമങ്ങൾ ചെല്ലുമ്പോൾ ക്യാമറയുമായിട്ട് ചെല്ലുമ്പോൾ റെക്കോർഡ് ചെയ്തോട്ടെ, വീഡിയോ എടുത്തോട്ടെ പറഞ്ഞിട്ട് ഫോട്ടോയിൽ പ്രിന്റ് ചെയ്തൊട്ടിച്ചിട്ട് ഇതാണ് എന്റെ കമ്പനി എന്ന് വീണ പറയുമ്പോൾ ഈ കേരളത്തിലെ ജനങ്ങളൊക്കെ തൊണ്ടോടാതെ വിശ്വസിക്കണം എന്നാണ് പറയുന്നത്. ഒന്ന് ഇവർക്ക് മലയാളികളുടെ ബുദ്ധിയെ ഇവരെങ്ങനെയാ പരീക്ഷിക്കാൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ട് എന്തെങ്കിലും ഞങ്ങളെ ആക്രമിക്കുന്ന കരഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇന്ന് തന്നെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറഞ്ഞ എന്താ? ഈ കൈകൾ ശുദ്ധമാണ്. അദ്ദേഹം ഈ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയാണല്ലോ, ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവാണല്ലോ. അദ്ദേഹം മാസ് ഡയലോഗ് അടിക്കലൊന്നും അല്ല വേണ്ടത്. അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നിട്ടുള്ളത് എന്താ? അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നിട്ടുള്ളത് ഹവാല, അദ്ദേഹത്തിന്റെ ആൾക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ളത് ഹവാല ഇടപാടുകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നമാണ്. അതിനെന്താ ഉത്തരം കൊടുക്കാൻ വേണ്ടി പറ്റാതെ? അത് ഉത്തരം പറ. അത് പറങ്ങട് മുകുന്ദ, എല്ലാം നിനക്ക് വേണ്ടിയാണ്ട, നിനക്ക് വേണ്ടി മാത്രം.